നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ച മാന്തൽ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യണേ. ആദ്യം നമുക്ക് മീനിൽ കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്പിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഉണക്കമാന്തളും ഇതേപോലെ വയ്ക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ടൊരു ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലും അതിനൊരു നല്ല ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം ലേശം കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. ഈ സമയത്ത് ഒരു 1/2 സ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മളതിൽ അധികം ഒന്നും മസാലകളൊന്നും ചേർക്കണില്ല, ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഉലുവ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. ഈ സമയത്ത് ചെറിയുള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി തന്നെ വേണം കേട്ടോ, സവാള ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്താന്ന് മാത്രം. ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്തിയത്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ, അതോട് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു പച്ച മണം, ഒരു കുത്തന മണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നീട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്ന് ആ ഒരു മണമൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അത്ര എരിവില്ല, പക്ഷെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് മുളക് പൊടി കരിയരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. പച്ചവെള്ളം ചേർക്കുമ്പോൾ ആ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ ചൂടുവെള്ളം തന്നെ, ലൈറ്റ് വാം വാട്ടർ, ഒരുപാട് ചൂടല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊരു 1.5 ഗ്ലാസ്സൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ഉണ്ട്, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇടയിൽ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് അടച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരുവിധം നന്നായിട്ട് കുറുകി, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കും തോറും ഒന്നുകൂടെ കുറുകി വരും. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.